നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമുലയ്ക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗുണ്ടുമണി പൂ പോലത്തെ ഇഡ്ഡലിയാണ്. ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്. ഇത് ഫോളോ ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലത്തെ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിയും ഉഴുന്നും എടുക്കുന്ന കപ്പാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മെഷറിംഗ് കപ്പാണ് എടുത്തേക്കുന്നത്. 250 ml കപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഗ്ലാസ് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ നമ്മൾ ഏതിലാണോ ഉഴുന്ന് അളന്നെടുക്കുന്നത് ആ സെയിം കപ്പിലായിരിക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും അളന്നെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇഡ്ഡലിയുടെ മാവ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അതാണ് ആദ്യത്തെ ടിപ്പ്. ഇനി അടുത്തായിട്ട് അരി ഉഴുന്ന് വെള്ളത്തിയിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മുഴുവൻ ഉഴുന്നാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 1/2 കപ്പാട്ടോ എടുത്തേക്കുന്നത്. ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി റൈസ്, അതായത് ഡൊപ്പി അരിയാണ് എടുത്തേക്കുന്നത്. ഈ ഒരു അരിയാണ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ പച്ചരി വേണമെങ്കിൽ എടുക്കാം. ഇതുപോലെ 2 കപ്പ് അരി എടുക്കാം. അപ്പോൾ ഇത് 250 ml കപ്പിൽ 1 കപ്പാട്ടോ, 1 കപ്പിൽ 2 കപ്പ് അരി എടുക്കുന്നുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന അരിയുടെയും ഉഴുന്നിൻ്റെയും ആ ഒരു റേഷ്യോ, അതായത് ഇപ്പോൾ 1/2 കപ്പ് ഉഴുന്നിന് 2 കപ്പ് അരി, 1 കപ്പ് ഉഴുന്നിന് 4 കപ്പ് അരി, ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. പിന്നെ മുന്നേ പറഞ്ഞ മാതിരി നമ്മൾ ഉഴുന്നെടുക്കുന്ന അതേ സെയിം അളവുള്ള കപ്പിലായിരിക്കണം അരിയും കൂടി അളന്നെടുക്കേണ്ടത്. ഇനി അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചവ്വരി. ഇത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ചേർത്താൽ നമ്മുടെ ഇഡ്ഡലി നല്ല ഗുണ്ടുമണി ആയിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു വെള്ള കളറും കിട്ടും. അപ്പോൾ ഇതൊരു 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. ഉഴുന്ന് കൂടുകയാണെങ്കിൽ അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഡബിളാക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനിയും അരിയും ഉഴുന്നും 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. പക്ഷേ ചവ്വരി ഒരു പ്രാവശ്യം മാത്രമേ കഴുകാവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോവും. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് വരാം. ഉഴുന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 മുതൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് ഞാൻ കഴുകിയെടുത്തത് കേട്ടോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടി പോകരുത്. മാക്സിമം ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്താൽ മതിയാവും. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. നല്ല വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. കഴുകി വെച്ചിരിക്കുന്ന ചവരിലോട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചെടുക്കാം. അരിയിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരി ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ. ഇപ്പോൾ 7 മണിക്കൂർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഉഴുന്നും അരിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് തുടങ്ങാം. ഇനി അടുത്തൊരു മെയിൻ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുമ്പോൾ മിക്ക ആൾക്കാരും കംപ്ലൈൻറ്റ് പറയുന്നതാണ് ജാറ് പെട്ടെന്ന് ചൂടാവുന്നു എന്നുള്ളത്, അല്ലേ? അതിന് വേണ്ടിയിട്ടൊരു ചെറിയ സൂത്രം പറഞ്ഞു കേട്ടോ. അതായത് നമ്മൾ അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ അരിയും ഉഴുന്നും ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ അരിയും ഉഴുന്നും നല്ല തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ ആ തണുപ്പോട് കൂടി നമ്മൾ അരയ്ക്കുമ്പോൾ ജാറ് ഒട്ടും ചൂടാവില്ല. ഉഴുന്നും അരിയും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചവ്വരി നോക്കേണ്ട, മുമ്പത്തെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഡബിൾ ക്വാണ്ടിറ്റി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് തുടങ്ങാം. മിക്സിയിൽ ഒരു വലിയ ജാർ എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഉഴുന്നാണ് അരച്ചെടുക്കേണ്ടത്. 1/2 കപ്പ് ഉഴുന്നായതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് ഞാൻ അരച്ചെടുക്കുന്നത്. മിക്സിയിലോട്ട് ഉഴുന്നിടുമ്പോൾ വെള്ളം ഇല്ലാതെയാണ് ഇടേണ്ടത്. കാരണം ഉഴുന്നിൽ തന്നെ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും. നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഉഴുന്ന് കുതിർത്ത വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കളയില്ല കേട്ടോ. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് പോരാട്ടോ, കുറച്ചും കൂടി അരച്ചെടുക്കണം. അതായത് നമ്മൾ ഇഡ്ഡലിക്ക് ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഉഴുന്ന് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. ഒട്ടും തരിയൊന്നും പാടില്ല. എന്നാൽ മാത്രമേ ഇഡ്ഡലി നമ്മൾ വിചാരിക്കുന്ന കണക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുകയാണ്. ഒരു ചെറിയ സ്പൂണ് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കരുതേ, അതും കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ ഉഴുന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇടണം. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ഉഴുന്നരച്ച മാവ്. ഉഴുന്നരച്ചത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം. അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത്. ഇനി അടുത്തായിട്ട് നമുക്ക് അരിയും കൂടി അരച്ചെടുക്കാം. അരി അരയ്ക്കുമ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു പകുതി അരി ചേർത്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഉഴുന്നിൻ്റെ വെള്ളം കൂടി കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
അരി അരയ്ക്കാനും വെള്ളം ഒത്തിരി ചേർക്കേണ്ട. ഇതുപോലെ ഒരു 2 സ്പൂണ് ചേർത്തിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ചേർക്കാം. അരിയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിയും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്നില്ല, ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഉഴുന്നരച്ച മാവിൻ്റെ കൂടെ തന്നെ അരി അരച്ച മാവും കൂടി ചേർക്കാം. ഇനി അടുത്ത ബാച്ച് അരിയും കൂടി അരച്ചെടുക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ ബാച്ച് അരി അരയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കേണ്ട, കാരണം നമ്മൾ ഈ ഒരു ബാച്ചിൻ്റെ കൂടെയാണ് കുതിർത്ത് വെച്ച ചൗരിയും കൂടി ചേർക്കുന്നത്. അപ്പോൾ ചൗരിയിൽ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്രാവശ്യം അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. ഇതും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിയും ചൗരിയും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചൗരി ഇത്രയും സമയം കുതിർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതും നേരത്തെ നമ്മൾ ഒഴിച്ചു വെച്ച മാവിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. മാവ് അരയ്ക്കുന്നൊരു ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർത്ത ഉഴുന്നും അരിയും ചൗരിയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കൈ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറഞ്ഞതൊരു 3 മുതൽ 5 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ സ്പൂണിട്ടൊന്ന് മിക്സ് ആക്കരുത്, നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ആക്കണം. എന്നാൽ മാത്രമേ മാവ് നന്നായിട്ടൊന്ന് ഫെർമെൻറ്റ് ചെയ്ത്, അതായത് നല്ല പുളിച്ച് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇഡ്ഡലി നല്ല ഫ്ലഫിയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കുറഞ്ഞതൊരു 3 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അത് ഇങ്ങനെ പതപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള മാവിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും നമ്മളൊരു 5 മിനിറ്റ് ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ കിട്ടുക. ഇതുപോലെ കേട്ടോ മിക്സാക്കി എടുക്കേണ്ട, നല്ല ശക്തി ഉപയോഗിച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. മുന്നത്തെ കട്ടിലും കണ്ടോ മാവിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട് അല്ലേ. ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്കൊരു 3 ദിവസത്തേക്ക് ഇത് മതിയാവും. അതുകൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. അതല്ല കുറച്ച് അധികം ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇപ്പോൾ ചേർക്കണം നിർബന്ധമില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കുറഞ്ഞതൊരു 3 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മളിങ്ങനെ ഇത്രയും സമയം എടുത്ത് നമ്മളിങ്ങനെ മിക്സാക്കുമ്പോൾ ശരിക്കും ആ ഇഡ്ഡലിയുടെ ഔട്ട്കം ഉണ്ടല്ലോ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ഗുണ്ടുമണി ഫ്ലഫി ഇഡ്ഡലി ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ കൈ ഉപയോഗിച്ചിട്ട് നല്ല പതപ്പിച്ച് തന്നെ എടുക്കുക. ഈ ഒരു രീതിയിലാണ് മിക്സ് ആക്കേണ്ടത്. മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ വലിയ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സാക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി ഒരു ലിഡ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10 മുതൽ 12 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നാൽ മാത്രമേ മാവ് നന്നായിട്ടൊന്ന് പുളിച്ച് വരത്തുള്ളൂ. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ അടുത്ത ദിവസം ആയിട്ടുണ്ട്. തലേദിവസം രാത്രിയാണ് മാവ് അരച്ച് റെഡിയാക്കി വെച്ചത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ട് സാമ്പാർ നേരത്തെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ഒന്ന് കണ്ടു നോക്കൂ. നല്ല റിവ്യൂ കിട്ടിയൊരു സാമ്പാറാണ്. ഇനി നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. ഇതിപ്പോൾ ഒരു 13 മുതൽ 14 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ ഇഡ്ഡലി തയ്യാറാക്കാവൂ, അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി അത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. മാവൊന്ന് ഇളക്കി കാണിച്ചു തരാം. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിയ പാത്രം ആയതുകൊണ്ടാണ് പൊങ്ങി പുറത്ത് പോവാത്തത്. കണ്ടോ നോക്കൂ, നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വെണ്ണ പോലത്തെ മാവാണ്. പിന്നെ ഇതിൻ്റെ കളറുണ്ടോ, നല്ല വെള്ള കളറാണ്. നമ്മൾ ചേർത്ത ചൗരി ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ള കളർ കിട്ടിയത്. അപ്പോൾ ഇത് എല്ലാം കൂടി ഒരു സെക്കൻഡ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഞാൻ തലേദിവസം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ്. അപ്പോൾ ഇനി എക്സ്ട്രാ ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല. ഇതിലോട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കണം നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇഞ്ചി ചേർത്താൽ ഇഡ്ഡലി ഒന്ന് വെന്ത് ആവി വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും. പണ്ടൊക്കെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ച് ചേർക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ചേർക്കാറുണ്ടോ? അപ്പോൾ ഇത് ഇഞ്ചി ഇല്ലാതെയും ചേർക്കാം, പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് ഇഞ്ചി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി അടുത്തായിട്ട് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നെയ്യ് പുരട്ടി വെച്ചേക്കുന്ന ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇഡ്ഡലി തട്ടിൽ ആവി ചെറുതായിട്ട് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടത്തുള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യല്ലേ.
മാവ് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇഡ്ഡലി വേവിക്കുമ്പോൾ മാക്സിമം ഒരു 10 മിനിറ്റ് മാത്രമേ വേവിച്ചെടുക്കാവൂ. നമ്മൾ കൂടുതൽ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ല ഡ്രൈ ആയി പോവുകയും ചെയ്യും, കുറച്ച് ഹാർഡായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണേ. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫാക്കി ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇഡ്ഡലി നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഡ്ഡലി തട്ടിൽ തന്നെ മാറ്റാം. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഇഡ്ഡലി എടുത്തൊന്ന് കാണിച്ചിട്ട് നോക്കൂ, നല്ല ഗുണ്ടുമണി പൂ പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ റേഷ്യയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഡ്ഡലി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ, അപ്പോൾ ആ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് ഉണ്ടാക്കുക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂ പോലത്തെ ഗുണ്ടുമണി ഇഡ്ഡലിയും നല്ല ചൂട് സാമ്പാറും. ഈ ഒരു കോമ്പിനേഷൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? സാമ്പാർ റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മിക്കവർക്കും ഇഡ്ഡലി ബാറ്ററൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നതാണ്, എങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്